ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയി പുറകിലത്തെ ആ ഇൻഡിക്കേറ്റർ മാറുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്പർ പ്ലേറ്റിൻ്റെ പുറകിലായിട്ട് 4 നെറ്റ് വരുന്നുണ്ട്. 10ൻ്റെ നെറ്റാണ് വരുന്നത്. ഈ 4 നെറ്റ് അഴിച്ച് നമ്മൾ ഇൻഡിക്കേറ്റർ മാറാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ 10ൻ്റെ ഡബിൾ സ്പാനറാണ് ഉപയോഗിക്കുന്നത്. ഡബിൾ സ്പാനറോ അല്ലെങ്കിൽ റിംഗ് സ്പാനറോ ഉപയോഗിച്ച് നമുക്ക് ഈ 4 നെറ്റ് ഊരിയെടുക്കാവുന്നതാണ്. ഇപ്പം 4 സൈഡിലെ നെറ്റ് നമ്മൾ സ്പാനർ ഉപയോഗിച്ച് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ പുറന്നോട്ട് വലിച്ച് ഊരിയെടുത്ത് ഇതാണ് ഹോൾഡർ, ഇതാണ് ഒടിഞ്ഞ ഇൻഡിക്കേറ്റർ. ഇതാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ വരുന്നത് ഒരു വെള്ള കപ്ലറാണ് വരുന്നത്. ഈ ലൈൻ നമ്മളൊരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തിക്കി കൊടുക്കുക. അതിനുശേഷം ആ ക്ലിപ്പ് ഊരിങ്ങി പോരും. പിന്നെ നമ്മൾ ഈ പൊട്ടിയ ഇൻഡിക്കേറ്ററിൻ്റെ നെറ്റ് വരുന്നത് 19ൻ്റെ നെറ്റാണ് വരുന്നത്. അത് നമ്മളൊരു 19ൻ്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ച് അടിച്ച് മാറ്റിയാണ് ചെയ്യുന്നത്. റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ഡബിൾ സ്പാനറോ നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ ആ നെറ്റ് മൊത്തം ലൂസാക്കി പഴയ ഇൻഡിക്കേറ്റർ, ഒടിഞ്ഞ ഇൻഡിക്കേറ്റർ നമ്മൾ ഊരി മാറ്റിയാണ് ചെയ്യുന്നത്. ഇതാണ് ഒടിഞ്ഞ ഇൻഡിക്കേറ്റർ. ഇനി നമുക്ക് നമ്മുടെ പുതിയ ഇൻഡിക്കേറ്റർ നോക്കാം. ഇതാണ് പുതിയ ഇൻഡിക്കേറ്റർ. ഇതിനകത്ത് മാർക്ക് ചെയ്തപ്പോൾ ഉണ്ട് റിയർ എൽ, അതായത് റിയർ LH സൈഡിൽ വരുന്ന ഇൻഡിക്കേറ്റർ ഇതാണ്. ഓരോ ഇൻഡിക്കേറ്ററും അതിൻ്റെ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് അനുസരിച്ച് നമ്മൾ ഇൻഡിക്കേറ്റർ എപ്പോഴും സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. റോങ് സൈഡ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിനകത്തോട്ട് വെള്ളം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ഈ വെള്ളം പോകുന്ന ഒരു ഹോള് ഇൻഡിക്കേറ്ററിൻ്റെ ലെൻസിനകത്ത് കൊടുത്തേപ്പുണ്ട്. നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതുവഴി വെള്ളം വന്ന് കെട്ടിക്കിടക്കും. മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ വാട്ടർ വാഷ് ചെയ്യുമ്പോഴുള്ള വെള്ളം വന്ന് ആ ഇൻഡിക്കേറ്ററിനകത്ത് കെട്ടിക്കിടക്കാൻ ചാൻസ് കൂടുതലാണ്. ആ ഹോൾ തറയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത്. പുതിയ ഇൻഡിക്കേറ്ററിനകത്തെ 10 പോയിൻ്റ് നെറ്റ് നമ്മൾ കൈകൊണ്ട് മാക്സിമം മുറുക്കി പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ സ്പാനർ ഉപയോഗിച്ച് മുറുക്കുക. സ്പാനർ ഉപയോഗിച്ച് ആ വയറിനകത്തോട് കയറ്റി അത് മുറുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വലിച്ചു മുറുക്കരുത്. ഒരുപാട് വലിച്ചു മുറുക്കി കഴിഞ്ഞാൽ വീണ്ടും ആ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഒരു മീഡിയം പരുവത്തിൽ ഇൻഡിക്കേറ്റർ ഇപ്പോൾ മുറുക്കാവുള്ളൂ. അത് റബ്ബർ പാർട്ടാണ്. അതിൻ്റെ ആ ഒരു നെറ്റ് മുറുക്കുന്ന സൈഡിൽ വരുന്ന റബ്ബർ പാർട്ടാണ്. അതിനുശേഷം നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ കയറ്റുക. ആ 4 സൈഡിലെയും നെറ്റാണ് ഇട്ട് വെക്കുന്നത്. 4 സൈഡിലും വാസറും വരുന്നുണ്ട്. അത് നെട്ട് വിട്ട് നമ്മുടെ സ്പാനർ ഉപയോഗിച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ചാനലിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.